നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണൂർ പടപ്പേങ്ങാട് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. പരിശോധന നടത്തി വനം വകുപ്പ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായില്ല. കാക്കനാട് വാഴക്കാലയിലെ വ്യാപാരിയുടെ മരണം കൊലപാതകമെന്ന് സംശയം. MA സലീമിനെ മോഷണ ശ്രമത്തിനിടെ കൊന്നതെന്ന് പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കസ്റ്റഡിയിൽ. തൃശൂർ അവണൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പ്രതിസന്ധിയിൽ കർഷകർ. വീടിന് പുറത്തിറങ്ങാൻ ഭയമെന്ന് പ്രദേശവാസികൾ. ഇടുക്കി പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. തോട്ടം ഉപേക്ഷിച്ചു പോകുന്നത് നിരവധി ഉടമകൾ. പട്ടിണിയിലായി കുടുംബങ്ങൾ. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് പടപ്പേങ്ങാട് പുലിയെ കണ്ടതായി നാട്ടുകാർ. സ്ഥലത്ത് വനം വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായില്ല. കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രത്തിൽ പോയി മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളാണ് നാടുകാണി പടപ്പേങ്ങാട് റോഡരികിൽ പുലിയെ കണ്ടത്. ഇതേ തുടർന്ന് രാത്രിയിൽ തന്നെ നാട്ടുകാർ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. നമ്മൾ ഇന്നലെ രാത്രി മുത്തപ്പം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലെ കായട്ടപ്പാറയ്ക്ക് പടപ്പേങ്ങാട് ആലിൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്ന റോഡിൽ പകുതി എത്തുമ്പം പുലിനെ കാണുന്നുണ്ടായത്. അപ്പം തന്നെ നമ്മൾ വേഗം വണ്ടി എടുത്ത് പോയി താഴിലെ വീട്ടുകാരോട് വിവരം അറിയിക്കുന്നുണ്ടായി. പുലിയെ കണ്ട സ്ഥലത്തിന് തൊട്ടടുത്തതായി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏക്കർ കണക്കിന് വിജനമായ പ്രദേശമാണ്. കരുവഞ്ചാലിൽ നിന്നെത്തിയ വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. പുലിയുടെ സാന്നിധ്യമോ കാൽപ്പാടുകളോ കണ്ടെത്താനായില്ല. എന്നാൽ വനംവകുപ്പ് അധികൃതർ പുലിയല്ലെന്ന കാര്യം തള്ളിക്കളയുന്നുമില്ല. വീണ്ടും പുലിയുടെ സാന്നിധ്യം കാണുകയാണെങ്കിൽ കൂട് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 ആലക്കോട്. തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തെ അവണൂരിൽ കാട്ടുപന്നി ശല്യമെന്ന് പരാതി. കാർഷിക മേഖലയിൽ വ്യാപക നാശമാണ് പന്നികൾ വരുത്തുന്നത്. തെങ്ങാലൂർ, കരോൾ, അവണൂർ എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നിയെത്തി കൃഷി നശിപ്പിക്കുന്നത്. കാട്ടുപന്നികൾ കൃഷിനാശം സംഭവിപ്പിക്കുന്നത് അത് നെല്ല് മാത്രമല്ല, വാഴ, ചേമ്പ്, ഒരു സാധനവും വീട്ടിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നിലയ്ക്ക് പോകുന്നത് ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാവുന്ന രീതിയിലാണ്. പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ ഇവർ റോഡ് ക്രോസ് ചെയ്ത് ജനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. കൃഷിക്ക് ഈ നിലയ്ക്കാണെങ്കിൽ കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശാശ്വത പരിഹാരം, പഞ്ചായത്തല്ല സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ വേണം. പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ പോരാ. ഈ അവണൂർ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും നടപടി എടുത്താലും തൊട്ട പഞ്ചായത്തുകളിൽ നിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ശക്തമായ എന്തെങ്കിലും നടപടി കൈക്കൊള്ളണമെന്നാണ് കൃഷിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എറണാകുളം കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചെമ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് ജനപ്രതിനിധികളും നാട്ടുകാരും മാർച്ച് നടത്തിയത്. ഇന്നലെ വൈകിട്ടാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആൻമേരിയും സുഹൃത്ത് അൽത്താഫും സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് ആന പനമരം മറിച്ചിട്ട് അപകടമുണ്ടായത്. അൽത്താഫ് പരിക്കുകളോടെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആൻമേരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കറുത്ത ഞായർ. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ നവദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കുടുംബം സഞ്ചരിച്ച കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത്. പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് 4 ജീവനുകൾ കൂടി നിരത്തിൽ പൊലിഞ്ഞത്. പുലർച്ചെ 4 മണിയോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞകല്ല് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന കോന്നി മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കാർ യാത്രക്കാരായ മത്തായി ഈപ്പൻ, ബിജു പി ജോർജ്, ദമ്പതികളായ അനു, നിഖിൽ എന്നിവരാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. മലേഷ്യയിൽ മധുവിധുവിന് പോയ ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അപകടം. നമ്മൾ 4 മണിയാകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേ ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേന് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാണ്, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക്
അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷെ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്റർ വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. തുടർച്ചയായി അപകടമുണ്ടാകുന്ന മേഖലയാണ് മുറിഞ്ഞകല്ല് ജംഗ്ഷൻ. ഈ മാസം മാത്രം പ്രദേശത്ത് 4 അപകടങ്ങളുണ്ടായി. റോഡിന്റെ അപാകതയും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തുടർ നടപടി കൈക്കൊള്ളുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണമെന്നാണ് പോലീസും MLAയും സമീപവാസികളും പറയുന്നത്. അടുത്ത കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന പുനലൂർ മൂവാറ്റുപുഴ ഈസ്റ്റേൺ ഹൈവേയിൽ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സംഭവസ്ഥലത്ത് നിന്ന് VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സാണ്. ഇത് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ്. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഈ ബസ് പൂർണ്ണമായും വലതുവശത്തായിരുന്നു. അത് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടതാണ്. ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് മുന്നിലേക്ക് പോവുകയായിരുന്ന കാർ, നമുക്കിപ്പോൾ ഈ റോഡ് കാണാം. ഈ റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ് കാർ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഈ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം സംഭവിച്ചു എന്നാണ്. അതായത് ഇടതുവശത്തു കൂടി സഞ്ചരിച്ചിരുന്ന, ഇപ്പോൾ ഈ പോകുന്ന കാർ പോകുന്ന മാതിരി തന്നെ സഞ്ചരിച്ചിരുന്ന വാഹനം വലതുവശത്തേക്ക് മാറുന്നു. അത് ഈ പുലർച്ചെ വണ്ടി ഓടിച്ചിരുന്നയാൾ, കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ച കാര്യമെന്നാണ് പറയുന്നത്. ഇവിടെ വളവാണ്, നമുക്ക് കാണാം. ഈ ബസ് നിൽക്കുന്നതിനും കുറച്ച് മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ കടന്നു പോകുന്നു, ആ ഭാഗത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ ഒരു ഇറക്കവും വളവും ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ. മറ്റൊന്ന്, ഈ ഡിവൈഡറുകൾ ഇല്ല എന്നത് ഒരു വലിയ പ്രശ്നമായി പറയുന്നുണ്ട്. ശക്തമായ ഡിവൈഡറുകൾ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. രാത്രി സമയങ്ങളിൽ നടക്കുന്ന ഓവർടേക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രകാശമില്ലാത്ത പ്രശ്നങ്ങൾ, പല സ്ഥലത്തും പ്രോപ്പറായ ലൈറ്റില്ല, കൃത്യമായ വെളിച്ചമില്ല. ഇത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ റോഡിന്റെ നിർമ്മിതിയിലെ അശാസ്ത്രീയത, താഴ്ന്നും ഉയർന്നും ഉള്ള ചില നിർമ്മിതികളുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ MC റോഡിൻ്റെയും ഒക്കെ ഭാഗമായി വരുമ്പോൾ അപകടം പതിയിരിക്കുന്ന 12 സ്ഥലങ്ങളാണ് പൊതുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12 സ്പോട്ടുകളാണ്. നേരത്തെ ഈ അപകടം നടക്കുന്ന മേഖലകൾ എന്ന നിലയ്ക്കാണ് ഈ സ്പോട്ടുകൾ തരംതിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു റീച്ചായാണ് പരിഗണിക്കുന്നത്. അതായത് 10 കിലോമീറ്റർ വരെയൊക്കെയുള്ള റീച്ചുകൾ, 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന റീച്ചുകളായി തരംതിരിച്ചാണ് ഈ അപകട മേഖല കണക്കാക്കുന്നത്. അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, അവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. കോന്നി മുറിഞ്ഞകല്ല് അപകടത്തിൽ മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായി. ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിഖിലിന്റെ സഹോദരി അടക്കം വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം കൊന്നി പൂങ്കാവ് കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ജനറൽ ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ബിജു P. ജോർജിന്റെ മൃതദേഹം ജീവനക്കാരുടെ ആവശ്യപ്രകാരം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. 2 ആഴ്ച മുൻപ് അപകടമുണ്ടായ തിരൂർ ആലത്തിയൂർ പത്തൻപടിയിൽ വീണ്ടും വൻ അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും പിക്കപ്പും കൂട്ടിയിടിച്ചു. 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. 2 ആഴ്ച മുൻപാണ് ബസും ടാങ്കറും കൂട്ടിയിടിച്ച് ആലത്തിയൂർ പഞ്ഞൻപടിയിൽ അപകടമുണ്ടായത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും പിക്കപ്പുമാണ് കൂട്ടിയിടിച്ചത്. പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അയ്യപ്പ ഭക്തർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. ഇതോടെ ആലത്തിയൂർ BP അങ്ങാടി പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് കക്കോടിയിൽ കാൽനട യാത്രക്കാരനായ വയോധികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്ത് കുരുങ്ങി കാൽനട യാത്രക്കാരനായ വയോധികൻ നിലത്ത് വീണു. പിന്നാലെ എത്തിയ കാർ കൃത്യസമയത്ത് ബ്രേക്കിട്ട് നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. കക്കോടി പാലത്തിൽ വെച്ചാണ് സംഭവം.
ദേശീയപാതയിൽ വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും പേരമകൾ അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ഇൻഷുറൻസ് തട്ടിപ്പിന് കേസെടുത്തു. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയതിനാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. അപകടത്തിൽ വാഹനത്തിനുണ്ടായ കേടുപാടുകൾ മാറ്റാൻ വാഹനയുടമയായ പ്രതി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നൽകിയ വിവരമാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. പ്രതി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി 14-ാം മൈലിന് സമീപം വാഹനാപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട ജിംനി പാതയോരത്തെ കുഴിയിൽ വീണു. ദേശീയപാത നവീകരണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് നിന്നും മണ്ണ് നീക്കിയിരുന്നു. വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. തലസ്ഥാനത്തെ ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തലസ്ഥാനത്തെ ഡാൻസ് ബാറിലാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷമുണ്ടായത്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. തിരുവനന്തപുരം നഗരത്തിലെ ഡാൻസ് ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രി DJ പാർട്ടി നടക്കുന്നതിനിടയിലാണ് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. എയർപോർട്ട് സാജന്റെ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന് മർദ്ദനമേറ്റതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇത് നിഷേധിച്ച് ഓം പ്രകാശ് തന്നെ പിന്നീട് രംഗത്തെത്തി. എയർപോർട്ട് സാജനുമായി ഒരു മുൻവൈരാഗ്യവുമില്ലെന്നും ഓം പ്രകാശ് പറഞ്ഞു. ഇല്ല, ഞാനുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പുള്ളിക്കാരൻ അവിടെ വന്നു. പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആരെയൊക്കെ ടച്ച് ചെയ്യുന്നതായിട്ട് സ്വാഭാവികമായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഇത്രയും ക്രൗഡിനകത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരെ ടച്ച് ചെയ്യുമല്ലോ. എയർപോർട്ട് സാജൻ അവിടെ വന്നു അല്ലേ? അതെ, എയർപോർട്ട് സാജൻ വന്നു. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഈ ക്ലബിലൊന്നും വരുന്ന ഒരാളല്ല ആക്ച്വലി. പക്ഷെ യാദൃശ്യമായിട്ട് പുള്ളിയുടെ മകൻ അവിടെ DJ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതായിരിക്കണം, പുള്ളിയെ കാണാൻ വന്നതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അപ്പൊ ഞാനൊരു ഇൻകൺവീനിയൻസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല. അതേസമയം ഇരു സംഘങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി കാക്കനാട് വാഴക്കാലയിൽ കച്ചവടക്കാരന്റെ മരണം കൊലപാതകമെന്ന് സംശയം. വാഴക്കാല ഓത്തുപള്ളി റോഡിലെ താമസക്കാരൻ MA സലീമിന്റെ മരണത്തിലാണ് കൊലപാതക സാധ്യത പോലീസ് തള്ളാത്തത്. കേസിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് സലീമിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങൻചാലിൽ വഴിതർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ചേരിതിരിഞ്ഞ സംഘട്ടനം. 6 പേർക്ക് പരിക്കേറ്റു. ഇവർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. വേണ്ടാത്ത പണിക്കല്ലോ. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിലെ 3-ാമത്തെ നിലയിലെ AC യൂണിറ്റിനാണ് തീപിടിച്ചത്. ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകളുള്ള സമയത്തായിരുന്നു തീപിടുത്തം. AC യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതോടെ പുക ഉയരുകയും പൊടുന്നനെ തീ പിടിക്കുകയുമായിരുന്നു. നഗരത്തിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന വോളൻ ബസ്സിലാണ് തീയും പുകയും ഉയർന്നത്. പുക ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ബസ് ജീവനക്കാർ യാത്രക്കാരെ പുറത്തിറക്കി. നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി.
സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടപ്പാക്കിയ സോളാർ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി എം വിൻസെന്റ് MLA. സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചത് ബെഞ്ച് മാർക്ക് വിലയേക്കാൾ അധിക തുകയ്ക്കാണെന്നും 69 കോടി പൂർത്തിയാക്കാവുന്ന പദ്ധതി 101 കോടിക്കാണ് നൽകിയതെന്നും വിൻസെന്റ് ആരോപിച്ചു. ടെൻഡർ നടപടികൾ ദുരൂഹമാണെന്നും MLA പറഞ്ഞു. പ്രൈസിനേക്കാൾ 30% മുതൽ 50% വരെ അധിക തുകയാണ് ഈ പ്രോജക്റ്റിന് നൽകിയിട്ടുള്ളത്. അതായത് 69 കോടി രൂപയ്ക്ക് നിർവഹിക്കാമായിരുന്ന പദ്ധതി 101 കോടി രൂപയ്ക്ക് നൽകിയതിലൂടെ 31 കോടി 31 ലക്ഷം രൂപയുടെ അധികമായിട്ടാണ് ഈ നിർവഹണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. ഇടുക്കി പീരുമേട്ടിലെ തേയിലത്തോട്ടം പ്രതിസന്ധിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഉടമ തോട്ടം ഉപേക്ഷിച്ച് പോയതോടെ 100 കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാണ് ദുരിതത്തിലായത്. 2000 ഡിസംബറിലായിരുന്നു 3000-ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകൾ ഉടമകൾ ഉപേക്ഷിച്ചത്. ശമ്പളവും ആനുകൂല്യവും ഒന്നും കിട്ടിയില്ല തൊഴിലാളികൾക്ക്. ലയങ്ങൾ തകർന്നു വീണു. ചികിത്സ ലഭിക്കാതെ നിരവധി തൊഴിലാളികൾ മരിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിലച്ചു. തൊഴിലാളി സംഘടനകൾ വീതം വെച്ചു നൽകിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്തു നുള്ളിയാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാം മുന്നോട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയും അത് പുനരധിവാസം അടക്കമുള്ള കേസെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്ന സമയത്താണ് 24ാമത്തെ നമ്മുടെ ഈ വാർഷികം എന്ന് പറയാൻ പറ്റുന്നെങ്കിലും അത് അടഞ്ഞു കിടക്കുന്ന 24 മണിക്കൂർ പൂർത്തിയാകുന്നത് ഇന്ന്. പീരുമേട് ടീ കമ്പനിക്ക് പിന്നാലെ 20ഓളം തോട്ടങ്ങൾ വിവിധ കാരണങ്ങളാൽ അടച്ചു. പിന്നീട് മറ്റു തോട്ടങ്ങൾ തുറന്നെങ്കിലും പീരുമേട് ടീ കമ്പനിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമായില്ല. ഇപ്പോൾ ഉടമകൾ ഫാക്ടറികൾ പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങി. എന്നെങ്കിലും തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും ഇതോടെ അസ്തമിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കോവളം വാച്ച് ടവർ ശോചനീയാവസ്ഥയിൽ. ടവറിനുള്ളിലെ ഇലക്ട്രിക് സംവിധാനം നശിച്ച സ്ഥിതിയാണ് നിലവിൽ. ഇതോടൊപ്പം ഇടക്കല്ല് മേഖലയുടെ വികസനവും നടപ്പാക്കണമെന്നാണ് ആവശ്യം. കൃത്യമായ അറ്റകുറ്റപ്പണിയില്ലാത്തതാണ് വാച്ച് ടവറിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം. കാലപ്പഴക്കം മൂലം ടവറിനുള്ളിലെ ഇലക്ട്രിക് സംവിധാനം നശിച്ചു. സമീപത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പാറക്കൂട്ടത്തിലേക്കുള്ള വഴിയും പ്രദേശവും കാട് കയറി. വഴിവിളക്കുകളുടെ തൂണുകൾ തുരുമ്പെടുത്തു. അപായ സൂചനാ ബോർഡുകൾ നിലം പൊത്തി. സൂര്യാസ്തമയം കാണാൻ നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. സെൽഫി പോയിന്റുകളും ഇല്ലാതായി. സുരക്ഷാവേലിയില്ലാത്തതും ആശങ്കയാണ്. ഹവ്വ ലൈറ്റ് ഹൌസ് തീരങ്ങളെ അതിരിടുന്നത് ഇടക്കല്ല് പാറക്കൂട്ടമാണ്. ലക്ഷങ്ങൾ ചെലവിട്ട് സ്ഥാപിച്ച ടൂറിസം പദ്ധതികളെല്ലാം നശിച്ചു. കോവളത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കുമ്പോൾ ഇടക്കല്ലു പാറക്കൂട്ടത്തിന്റെ പുനരുദ്ധാരണം കൂടി നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കോവളം. ആശാ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഇടുക്കി ജില്ലാ പാരാ കലോത്സവം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വർണ്ണക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടികൾ പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 6 സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പാരാ കലോത്സവം സംഘടിപ്പിച്ചത്. കായംകുളം ജലോത്സവത്തിൽ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തി. BBC കൈനകരി തുഴഞ്ഞ വീയപുരം ചുണ്ടൻ രണ്ടാമതെത്തി. നിരണം ചുണ്ടനാണ് മൂന്നാമതായി ഫിനിഷ് ചെയ്തത്. 3 ഹീറ്റ്സുകളിലായി 9 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം മത്സരമാണ് കായംകുളത്ത് നടന്നത്. ആര്യങ്കാവ് അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു. ശബരിമലയോളം തന്നെ പ്രശസ്തമാണ് ആര്യങ്കാവ്. അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്നും എടുത്ത് ക്ഷേത്രത്തിൽ പ്രത്യേകമായി ഒരുക്കിയ പന്തലിൽ ദർശനത്തിനായി വച്ചിരുന്നു. ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ് നാടും നഗരവും. എന്നാൽ കൊച്ചി കുസാറ്റ് ക്യാമ്പസിന് സമീപത്തുള്ള സെന്റ് ജോൺസ് പള്ളിയിലെത്തിയാൽ വേറിട്ട ചില കാഴ്ചകൾ കാണാം. ഇവിടെ യുവാക്കളുടെ നേതൃത്വത്തിൽ വലിയൊരു ക്രിസ്മസ് വിപണി ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി ലഭിക്കുന്ന പണം കാക്കനാട് ആശാഭവനിലെ അന്തേവാസികൾക്ക് നൽകുകയാണ് ലക്ഷ്യം.
കൊച്ചിയിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നവർ വലിയ മാർക്കറ്റുകളിലേക്കൊന്നും പോകേണ്ട. കുസാറ്റ് ക്യാമ്പസിലെ സെന്റ് ജോൺസ് പള്ളിയിലെത്തിയാൽ എല്ലാം ലഭിക്കും. പുൽക്കൂടും ട്രീയും ഒരുക്കുന്നതിനും വീട് മോടിപിടിപ്പിക്കുന്നതിനും വേണ്ട അലങ്കാര വസ്തുക്കൾ മാത്രമല്ല, ക്രിസ്തുമസ് തീമിലുള്ള വസ്ത്രങ്ങളും സാന്റാ സെയിലിന്റെ ഭാഗമായുണ്ട്. ഇടവകയിലെ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സാന്റാ സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വികാരി ഫാദർ ജോഷി പുതുവ, യൂത്ത് കോർഡിനേറ്റർ പ്രൊഫസർ ഷൈനി പാലാട്ടി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സാന്റാ സെയിൽ. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സെയിലിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും കാക്കനാടുള്ള ആശാഭവനിൽ താമസിക്കുന്ന മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഇൻമേറ്റ്സിന് വേണ്ടി അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയാണ് ഈ സെയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇടവകയിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം സാന്റാ സെയിൽ വിജയിപ്പിക്കാൻ രംഗത്തുണ്ട്. കുസാറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. ഞങ്ങളെല്ലാവരും ഈ ഒരു സാന്റാ സെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നത് ഞങ്ങൾ കാക്കനാടുള്ള ആശാഭവനിലേക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സാന്റാ സെയിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കാക്കനാട് ആശാഭവനിലെ അന്തേവാസികൾക്ക് നൽകാനാണ് തീരുമാനം. ക്രിസ്തുമസ് ആഘോഷത്തിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്ന വലിയ സന്ദേശമാണ് കുസാറ്റ് സെന്റ് ജോൺസ് പള്ളിയിലെ യുവാക്കൾ നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. മാതൃസ്നേഹത്തിന്റെയും പാതിവ്രത്യത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന അപൂർവ ചടങ്ങുമായി എറണാകുളം എളമക്കര ക്ഷേത്രത്തിലെ ജയന്തി ആഘോഷം. താരാട്ടുപാടി ദൈവവിഗ്രഹത്തെ ഉറക്കുന്നതാണ് പ്രധാന ചടങ്ങ്. തിരുത്തൊട്ടിലാട്ടത്തിനെത്തുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ ദേവിയുടെ പാതിവ്രത്യം അളക്കാനെത്തുന്ന ത്രിമൂർത്തികളെ പിഞ്ചു പൈതങ്ങളാക്കി മാറ്റി മുലയൂട്ടിയ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് ദത്താത്രേയ ജയന്തി ആഘോഷം. അനസൂയ ദേവിയെ താരാട്ടുപാടി ഉറക്കുന്നു എന്ന വിശ്വാസവും ഭക്തജനങ്ങൾക്കുണ്ട്. വിഗ്രഹത്തെ ശ്രീകോവിലിൽ നിന്ന് ആനപ്പന്തലിലേക്ക് ആനയിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിലിരുത്തി മന്ത്രോച്ചാരണത്തോടെയുള്ള പ്രത്യേക പൂജകൾ. പിന്നീട് പീഠത്തോട് ചേർന്ന് തയ്യാറാക്കിയ തൊട്ടിലിൽ കിടത്തി വിഗ്രഹത്തെ താരാട്ടുപാടി ഉറക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഈ സമയം 3 മാസം വരെ പ്രായമായ കുട്ടികളെ തൊട്ടിലിന് മുന്നിൽ തയ്യാറാക്കിയ മറ്റൊരു തൊട്ടിലിൽ കിടത്തി ആട്ടുകയും ചെയ്യും. താരാട്ട് കഴിയുന്നതോടെ മറ്റു പൂജകളും തീർത്ത് വിഗ്രഹത്തെ തൊട്ടിലിൽ നിന്നെടുത്ത് തിരികെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങും പൂർത്തിയാകുമ്പോൾ ജയന്തി ആഘോഷത്തിന് സമാപനമാകും. വൈശ്യവാണിയ കൊങ്ങിണി സമുദായക്കാരാണ് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ 6 മണിവരെ 57,535 പേർ ദർശനം നടത്തി. ഇന്നലെ 80,121 ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. പുല്ലുമേട് വഴി ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നലെയാണ്. ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ ഇന്ന് ശബരിമലയിൽ തിരക്ക് കുറവാണ്. മഴ മാറിയത് തീർത്ഥാടകർക്ക് ആശ്വാസമായിട്ടുണ്ട്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,140 രൂപ, പവന് 57,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,895, പവന് 47,160. വെള്ളി ഗ്രാം 97, കിലോ 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.